അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖബർസ്ഥാനയുടെ പിറകിൽ ഈ ഉമ്മയുടെ ഒരു ദൃശ്യം. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മ. ഈ ഉമ്മ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ വല്ലാത്ത വേദനയോടുകൂടി ഈ ഉമ്മയുടെ പൊന്നുമോൻ ഉമ്മ എന്നും ഉമ്മയോട് പറയും, എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് പോകാനും വീട്ടു സാധനങ്ങൾക്ക് അത്യാവശ്യമായി ഉമ്മ നമ്മുടെ വീട്ടിലൊരു ബൈക്ക് അത്യാവശ്യമാണ്, ഒരു വണ്ടി വേണം ഉമ്മ, അത് വാപ്പയോട് പറഞ്ഞ് വാങ്ങിത്തരണമെന്ന്. ഉപ്പയോട് പറഞ്ഞപ്പോൾ മോനിപ്പോൾ ചെറിയ പ്രായമല്ലേ, ഇപ്പോൾ അത്ര ആവശ്യമില്ല, പഠിക്കട്ടെ മോന് എന്ന് പറഞ്ഞ് പല പ്രാവശ്യം തിരസ്കരിച്ചപ്പോൾ ഉമ്മയുടെ നിർബന്ധത്തോടു കൂടെ, കാരണം എല്ലാ ദിവസവും മകൻ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മാക്കും ഒരു വിഷമം. അവൻ്റെ കൂട്ടുകാരെല്ലാം ബൈക്കിൽ സഞ്ചരിക്കും, മകനും ഒരു ബൈക്ക് വേണം എന്ന നിർബന്ധത്തിൽ നല്ലൊരു മോഡൽ നോക്കി നല്ലൊരു ബൈക്കാണ് ആ കുടുംബം, അത് ഏക മകനാണ് ആ കുടുംബത്തിന് വാങ്ങിക്കൊടുത്തത്. എല്ലാ ദിവസവും മകൻ പുറത്തിറങ്ങുമ്പോൾ ഉമ്മ പറയാറുണ്ട്, മോനെ സൂക്ഷിച്ച് പോകണം, പതുക്കെ പോകണം എന്നും എല്ലാ ദിവസവും ഉപദേശിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ആ വീട്ടിലേക്ക് വരുന്നത് മകൻ ബൈക്കിലല്ല, മകനെ കഫം പുടവൽ പൊതിഞ്ഞുകൊണ്ടാണ്. ആ കുടുംബത്തിൻ്റെ ഏക മകൻ എന്നും വീട്ടിലെ പുഞ്ചിരി, കൂട്ടുകാരുടെ പുഞ്ചിരി, ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം, ആ കുടുംബത്തിനുണ്ടാക്കിയ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. ആ പൊന്നുമ്മ ഇന്നും ആ ഖബർസ്ഥാനിയിൽ പോയി ആ മകനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ വയ്യാത്ത രംഗമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും വീട്ടിലെ നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമുക്കുള്ള വണ്ടി എന്നുള്ളത്. വളരെ സൂക്ഷിച്ചുകൊണ്ട് നാം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ ഉമ്മയുടെ അവസ്ഥ ഇതായിരിക്കും. ഇന്നെല്ലാം ആ ചെറുപ്പക്കാരെ മറന്നു തുടങ്ങി, എന്നാലും ആ ചെറുപ്പക്കാരനെ ഓർക്കുന്നില്ല. ഇപ്പം ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ എന്നും കണ്ണീരോടുകൂടി കഴിയുന്നത് മകൻ്റെ ആ വസ്ത്രങ്ങളും മകൻ ധരിച്ചിരുന്ന എല്ലാം ഇങ്ങനെ ഓർത്ത് ആ കുടുംബം തേങ്ങലോടുകൂടി കരയുന്നത് ആ ഉമ്മയും ആ പൊന്നുപ്പയും മാത്രമാണ്. ആ കുടുംബത്തിൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ്. എല്ലാവരും മറന്നുപോയി ആ കുടുംബം. ഇനി അവർക്ക് എന്ത് സന്തോഷവും എന്ത് പെരുന്നാളും അവരുടെ മുമ്പിൽ ആ മകൻ ഓർത്തു വരുമ്പോൾ എല്ലാം തീരാ ദുഃഖത്തിലായി കണ്ണീരിലായി കഴിയുന്നൊരവസ്ഥ. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരെയും നിരന്തരമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങൾ തൊട്ട് നമ്മെ കുടുംബങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.